യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യം തന്നെയുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ നമുക്കൊന്നിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായി നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 3-ാം മാസത്തിന്റെ 4-ാമത്തെ ഞായറാഴ്ച കൂടി വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭു ആകുന്നു. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭു ആകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതെയിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഭാഗം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ മരണം ആണ് ഇതിന്റെ പശ്ചാത്തലം. ഇത് വായിക്കുമ്പോൾ അബ്രഹാമിനോട് അവിടെയുള്ളവർ കാണിക്കുന്ന സാധാരണമായ ദയയും സ്നേഹവുമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് മനുഷ്യരിൽ നിന്നും സാക്ഷ്യം ലഭിച്ചവർ ആരൊക്കെയാണ്, തിരുവചനത്തിൽ മനുഷ്യരിൽ നിന്നും സാക്ഷ്യം ലഭിച്ചവർ എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് പകൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ആള് മനുഷ്യരിൽ നിന്നും സാക്ഷ്യം പ്രാപിച്ച ആദ്യത്തെ വ്യക്തി അബ്രഹാമാണ്. അതുകൊണ്ടാണ് പ്രാരംഭ പദത്തിൽ തന്നെ പറയുന്നത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭു ആകുന്നു എന്ന് പറഞ്ഞത്. അപ്പം മനുഷ്യന്റെ മുമ്പിൽ സാക്ഷ്യം പ്രാപിച്ചവൻ, മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തിയവൻ, നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല അനുഭവമുണ്ട്, നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞവൻ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ, അബ്രഹാമിനെ കാണുന്നവർ പറയുന്ന അല്ലെങ്കിൽ കണ്ടവർ, അവരുമായി അടുത്തിടപെട്ടവർ പറഞ്ഞ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളു. എവിടെയെങ്കിലും ഒരിടത്ത് അടക്കിക്കൊള്ളുവാനല്ല, ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും വിശേഷമായതിൽ തന്നെ സാറയെ അടക്കിക്കൊള്ളുക. അടുത്ത പദം പറയുക, സാറയെ അടക്കിക്കൊള്ളുവാൻ ഞങ്ങളിൽ ആരും ഞങ്ങളുടെ സ്ഥലം വിട്ടുതരാതെ ഇരിക്കുകയില്ല എന്നുത്തരം. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണമാണ് പ്രാരംഭ വാക്യത്തിൽ എഴുതിയത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. ഇന്ന് പകലിൽ മനുഷ്യനാൽ സാക്ഷ്യം പ്രാപിച്ചവനാണ് അബ്രഹാം. മനുഷ്യനാൽ സാക്ഷ്യം പ്രാപിച്ചവനാണ് അബ്രഹാം. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. അതെ, ദൈവത്തിന്റെ ഒരു പ്രഭു തന്നെയായിരുന്നു. അബ്രഹാം പറയുന്നത് പോലെ തന്നെ സംഭവിച്ചിരുന്നു. അബ്രഹാം പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ തിരിഞ്ഞിരുന്നു. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട് പുറത്തു വന്നവൻ അബ്രഹാം. ഹല്ലേലൂയ. അവൻ വിശേഷമായതിൽ വെച്ച് താൻ ഉണ്ടാക്കി നിർമ്മിച്ചു വിടുന്ന സ്തോത്രം, ചലിക്കാത്ത, സംസാരിക്കാത്ത, ഇടപെടാൻ കഴിയാത്ത, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്തോത്രം, കേവലം ഒരു പ്രതിമ മാത്രമായിരിക്കുന്ന ദൈവങ്ങളെ ഉണ്ടാക്കി വിറ്റ ഇടത്തു നിന്നും സംസാരിക്കുന്നവരിലേക്ക്, ഇടപെടുന്നവരിലേക്ക്, ജീവനുള്ളവരിലേക്ക് തിരിഞ്ഞ ആ ആത്മതലം, അത് അസാധാരണമായ ഒരു തലമാണ്. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, അത് അസാധാരണമായ ഒരു തലമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു പദമുണ്ട്, ആൽഫയും ഒമേഗയും ജീവനുള്ളവനുമാണ്. അതെ, ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. അവൻ ആൽഫയും ഒമേഗയും ജീവനുള്ളവനുമാണ്. അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് മാറ്റമില്ല. ആ ദൈവത്തെയാണ് അബ്രഹാം കണ്ടുമുട്ടുന്നത്. തനിക്കുള്ളതെല്ലാം വിറ്റ് തനിക്കുള്ളതെല്ലാം താൻ ഉപേക്ഷിച്ചു കളയുന്നത്. ഹല്ലേലൂയ, തന്റെ ഉപജീവനം
മാർഗം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റിരുന്ന ഉപജീവനങ്ങളെ അവൻ ഉപേക്ഷിച്ചു കളഞ്ഞുകൊണ്ട് ദൈവം തന്നോട് പറഞ്ഞ ഇടത്തേക്ക്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, ചർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ടുകൊണ്ട് അവൻ പുറപ്പെടുകയാ. എന്തിനു വേണ്ടിയാണ് പുറപ്പെടുന്നത്? ചിലത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്. എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? ചിലത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അധികം ലാഭമായിരിക്കുന്നതും അധികം മഹത്വമേറിയതുമായ ചിലതിനു വേണ്ടി അവൻ പുറപ്പെട്ടു പോകുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ചിലത് വിട്ടുപിരിഞ്ഞ് ചിലതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അസാധാരണമായ ദൈവമഹത്വം കാണുവാൻ ഇടയാകുന്നത്. ഇന്നും ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നെങ്കിൽ പൗലോസ് ശൗൽ എന്ന വ്യക്തിക്ക് ഒരിക്കലും പൗലോസ് ആകാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഗമാലിയേലിന്റെ പാദപീഠം വിട്ടുപിരിയേണ്ട സമയമായപ്പോൾ വിട്ടുപിരിയാൻ തയ്യാറായതുകൊണ്ട് ആമീൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വെളിപ്പെട്ട ആത്മാവിന്റെ ശക്തിയാൽ ഒരു വലിയ മാറ്റമുണ്ടായെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ആമീൻ ചിലത് വിട്ടുപിരിഞ്ഞ നമ്മെ അധികം കാംക്ഷയേറിയത്, അധികം മഹത്വമേറിയതിനാൽ പഴയ നിയമം മുഴുവനും പഠിക്കുമ്പോൾ ഭക്തന്മാർ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ്. തനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി. പൗലോസിനെ സംബന്ധിച്ച് എത്ര ധനികനായ മനുഷ്യനായിരുന്നു. അതെല്ലാം വിട്ടുപിരിഞ്ഞുകൊണ്ട് ആമീൻ ക്രിസ്തു തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ മഹത്വമേറിയ ആ വലിയ ശ്രേഷ്ഠകരമായ ആ ദൈവിക പദ്ധതിയിലേക്ക് അടുത്തു വരിക. അപ്പൊ ഇന്ന് പകൽ മറന്നു പോകരുത്, ആമീൻ മനുഷ്യനാൽ സാക്ഷ്യം പ്രാപിച്ചവൻ, ആമീൻ സ്തോത്രം, വിട്ടുപിരിഞ്ഞ് ദൈവത്തോട് ചേർന്നിരിപ്പാൻ അധികം കാംക്ഷയുണ്ടെന്ന് പൗലോസ് പറഞ്ഞതുപോലെ അവൻ മോശയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ ഫറവോന്റെ കൊട്ടാരം വിട്ടുപിരിഞ്ഞ് ഇത്രോവിന്റെ ആടുകളെ വിട്ടുപിരിഞ്ഞ് ദൈവനിയോഗത്തിന് വേണ്ടി പുറപ്പെട്ടു പോയവൻ, കൊട്ടാര സുഖങ്ങളെക്കാൾ, കൊട്ടാര ആമീൻ സ്തോത്രം ഹല്ലേലൂയ, കൊട്ടാര ധനങ്ങളെക്കാൾ ക്രിസ്തുവിനോട് കൂടി കഷ്ടം സഹിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത് പുറത്തു വന്നവൻ. അപ്പം വിട്ടുപിരിഞ്ഞ് പുറപ്പെട്ടു പോയി തന്റെ ലക്ഷ്യം നിവർത്തിക്കുന്നവനാണ് ക്രിസ്തീയ ജീവിതത്തിലെ യഥാർത്ഥ വിജയി. അല്ലാതെ ഇന്നും പറ്റിച്ചേർന്ന് നിൽക്കുന്നവരല്ല വിജയി, മറിച്ച് പുറപ്പെട്ടു പോയി അവൻ തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം അത് അവൻ സ്തോത്രം ചെയ്തു തീർക്കുന്നവരാണ് ക്രിസ്തീയ ജീവിതത്തിലെ വിജയി എന്ന് പറയുന്നത്. ഇവിടെ പറയുക അബ്രഹാമിനെ കുറിച്ച് മനുഷ്യൻ പറയുന്ന സാക്ഷ്യമാണിത്, ദൈവം പറയുന്ന സാക്ഷ്യമല്ല. അബ്രഹാമിനെ കുറിച്ച് മനുഷ്യൻ പറയുന്ന സാക്ഷ്യമാണ്. അവിടെയുള്ള ജനവും അബ്രഹാം തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ശകലമാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. ഇവിടെ ആ ജനം പറയുന്നതാ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. അതെ, ഞങ്ങളോട് ആലോചന പറയാൻ നീ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കുന്നത് നിന്നിലൂടെയാണ്. ദൈവം ഞങ്ങളോട് ഇടപെടുന്നത് നിന്നിലൂടെയാണ്. കണ്ടോ, ഒന്നും അറിയാത്ത ഇടത്തു നിന്ന് അവൻ യാമൻ സ്തോത്രം എന്തിനെയോ ഏതിനെയോ താൻ വരയ്ക്കുന്നത് പോലെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി വിടുന്ന ഒരു തലത്തിൽ നിന്ന് തന്നെ നിർമ്മിച്ച ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരിണാമം, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസം അതവനെ അത്ഭുതങ്ങളിലേക്ക് വഴി നടത്തി. എന്നും താൻ ഉണ്ടാക്കി വിറ്റ അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രതിമയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കരം അബ്രഹാമിന് കാണാൻ കഴിയത്തില്ലായിരുന്നു. ആമേൻ സ്തോത്രം. ഒരിക്കലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അടുത്ത തലമുറയിലേക്ക് അബ്രഹാമിന് ആമേൻ സ്തോത്രം വരുവാൻ സാധിക്കുകയില്ലായിരുന്നു. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സകലരെയും വിട്ടുപിരിയണമെന്നുള്ള ദൈവത്തിന്റെ നിയോഗം വിട്ടുപിരിഞ്ഞ് പുറപ്പെട്ടു പോയി. അവൻ ഇത്രയും വിട്ടുപിരിയുക മാത്രമല്ല, അവൻ കൂടെ നടന്ന ലോത്തിനെയും വിട്ടുപിരിയണമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ വിട്ടുപിരിഞ്ഞ ഭക്തനാണ് അബ്രഹാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കൂടെ നടന്ന ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് ആമേൻ സ്തോത്രം ഒത്തവണ്ണം പോയപ്പോൾ ആമേൻ സ്തോത്രം പാഴായ കുറെ സ്ഥലങ്ങൾ മാത്രം അബ്രഹാമിന് കിട്ടിയേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ലോത്തിന് കിട്ടിയതെല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ, തകർത്തു കളഞ്ഞപ്പോൾ അബ്രഹാമിന് കിട്ടിയത് ശകലമേ ഉള്ളെങ്കിലും ആമേൻ അധികമില്ലെങ്കിൽ അബ്രഹാമിന്റെ സമ്പത്ത് ഒരു ദേശത്തിന് വഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അവനെ വർദ്ധിപ്പിച്ച് പെരുക്കി. എന്താണ് കാരണം? അബ്രഹാമിന്റെ അകത്ത് കിടക്കുന്ന ഈ അഭിഷേകം അതാണ്. അവൻ അനുഗ്രഹത്തിന്റെ അഭിഷേകമല്ല, അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്ന അഭിഷേകം. അപ്പൊ എത്ര അനുഗ്രഹം വന്നാലും അത് ഡബിളായേ അബ്രഹാമിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് യഹോവയാം ദൈവം പറഞ്ഞ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിക്കുക. അപ്പൊ മനുഷ്യനാൽ സാക്ഷ്യം ലഭിച്ച ചില അപ്പോസ്തലന്മാർ, ചില പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. തിരുവചനം ആദ്യം പരിചയപ്പെടുത്തുന്ന അബ്രഹാമിനെയാണ്. അതാണ് ആ ജനം പറഞ്ഞത്, അവൻ ദൈവത്തിന്റെ പ്രഭുവാണ്, അവൻ ദൈവത്തിന്റെ പ്രഭുവാണ്. ഇന്ന് പകൽക്കാലം അവൻ മറന്നു പോകരുത്, ദൈവത്തിന്റെ പ്രഭുവാകാൻ ഒരുവനെ വിളിച്ചു ദൈവം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ആ
ദേശം അവനെ നോക്കി പറയും, ആ വ്യക്തികൾ അവനെ നോക്കി പറയും, അതെ ഇവൻ ദൈവത്തിന്റെ പ്രഭു തന്നെയാ. ഇവരിൽ നിന്നുമാണ് ഞങ്ങൾ അരുളപ്പാടുകൾ കേട്ടത്, ഇവരിൽ നിന്നുമാണ് ഞങ്ങൾ ദൈവിക ആലോചനകൾ കേട്ടത്. നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ആ നിയോഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക. വിളിച്ച വിളിയിൽ നിൽക്കാതെ വേറെ വിളി എടുത്ത് ചെയ്താൽ പ്രയോജനപ്പെടാൻ സാധിക്കുകയില്ല. ബുദ്ധിപരമായി ഓടാനല്ലാതെ അവൻ അടുത്ത തലത്തിലേക്ക് കയറാൻ കഴിയത്തില്ല. എന്നാൽ നിൽക്കുന്ന വിളിയിൽ നിന്നുകൊണ്ട്, വിളിച്ചിരിക്കുന്ന വിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ സ്തോത്രം ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, അധികം പ്രയോജനപ്പെടാൻ സാധിക്കും, അധികം പ്രയോജനപ്പെടാൻ സാധിക്കും. അവൻ ശ്രേഷ്ഠമേറിയ ചിലതിനായി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവെന്ന് മനുഷ്യൻ സാക്ഷീകരിക്കുക. കണ്ടോ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു പ്രഭു. ഹല്ലേലൂയ. മനുഷ്യൻ പറയുകയാണ്, അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, നീ ദൈവത്തിന്റെ പ്രഭുവാണ്, ഞങ്ങളുടെ ഇടയിൽ സാധാരണക്കാരനല്ല, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാണ്. ഇന്ന് പകലിൽ അവൻ മനുഷ്യനിൽ നിന്നും ഒരു നല്ല സാക്ഷ്യം പ്രാപിക്കേണ്ടത് അനിവാര്യമാണ്. ആമേൻ. ബൈബിളിലുള്ള കുറെ അപ്പോസ്തലന്മാരെ നമുക്ക് എടുത്തു പഠിക്കാം. ആമേൻ. കുറെ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് എടുത്തു പഠിക്കാം. ദൈവത്തിൽ നിന്ന് മാത്രമല്ല മനുഷ്യരിൽ നിന്നും നല്ല സാക്ഷ്യം പ്രാപിച്ചവരാ. നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. യേശു കർത്താവിന്റെ ജീവിതം എടുത്തു പഠിച്ച് ആമേൻ ഹല്ലേലൂയ, മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും നല്ല സാക്ഷ്യമുള്ളവരാണ്. ആമേൻ. എന്താണ് മനുഷ്യരിൽ നിന്നുള്ള സാക്ഷ്യം? 6 മതകോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ ഒരു കുറ്റവും ഇല്ല, അവൻ നീതിമാൻ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സാക്ഷ്യം. അവിടെ നിന്ന് മുൻപിലേക്ക് പോകട്ടെ, അവിടെ നിന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആമൻ തനിക്ക് കാവൽ നിന്ന പടയാളി പറയുക, ആമൻ ഹല്ലേലൂയ, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. അത് അടുത്ത സാക്ഷ്യം. അവൻ അല്പം കൂടെ മുമ്പോട്ട് പോകട്ടെ, ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറയുക, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു. പ്രിയരെ, ഇത് മതി. ആമൻ സ്തോത്രം. യേശുവിന് ജനത്തിന്റെ ഹൃദയത്തിനകത്ത് അവൻ വെളിപ്പെട്ട സാക്ഷ്യം മനസ്സിലാക്കുവാൻ. അപ്പം സാക്ഷ്യമുള്ളവനായിരുന്നു യേശു. നമ്മുടെ മാതൃകാ പുരുഷൻ സാക്ഷ്യമുള്ളവരായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ഏത് മേഖലയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നോ, ഏത് സാഹചര്യത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നോ, അവിടെ ദൈവം തന്റെ പ്രഭുവായിട്ടാണ് അവൻ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ജനം പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വിശേഷമായതിൽ അവളെ അടക്കിക്കൊള്ളുക, ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വിശേഷമായതിൽ അടക്കിക്കൊള്ളുക. അടുത്ത പദം, ഞങ്ങൾ ആരും സ്ഥലം വിട്ടു തരാതെ ഇരിക്കുകയില്ല, നിനക്ക് ഇഷ്ടമുള്ള ഇടത്ത് അവളെ അടക്കാം. ആമൻ. നിനക്ക് വിശേഷമായതിൽ അവളെ അടക്കാം. ഹല്ലേലൂയ. എന്താ കാരണം? നീ ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രഭുവാണ്, നീ ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രഭുവാണ്, നീ ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രഭുവാണ്. ഇന്ന് പകൽ ഈ പദം ചിലരുടെ അകത്തളങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പ്രഭുവായി തീരുക, ദൈവത്തിന്റെ പ്രഭുവായി തീരുക. ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ ശബ്ദം മാത്രം കൈമാറുന്ന ദൈവത്തിന്റെ പ്രഭുവായി തീരുക. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ഒന്ന് ശമൂവേൽ 9:6. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും. മതി. രണ്ടാമത്തെ ആളാരാന്ന് മനസ്സിലായി. 9-ാം അധ്യായം ആദ്യം മുതൽ വായിച്ച് താഴേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ പേര് അവിടെയുണ്ട്. ഈ പട്ടണത്തിൽ ആ വ്യക്തിയെ കുറിച്ച് ജനം പറയുന്ന പദം, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്. അടുത്ത പദം, അവൻ മാന്യനാകുന്നു. അടുത്ത പദം, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. സ്തോത്രം. നമുക്ക് അവിടെ പോകാം, നാം പോകാനുള്ള വഴി അവൻ നമ്മോട് പറഞ്ഞു തരും. ആരാ ഈ ദൈവപുരുഷൻ എന്നറിയാമോ? ആരാ ഈ മാന്യൻ എന്നറിയാമോ? ഈ പറഞ്ഞതെല്ലാം ഒത്തുവരുന്നത് ആരാണെന്നറിയാമോ? ചെറുപ്രായത്തിൽ ദൈവശബ്ദം കേട്ടവൻ, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യാൻ ദൈവം നിയോഗിച്ചാക്കിയവൻ, പുരോഹിതന്റെ മക്കൾ വഴിപിഴച്ചു പോയപ്പോൾ അതിന് പകരമായി ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പൈതൽ.
പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഏലി തന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അടുത്ത തലമുറ ആ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട സ്ഥാനം വന്നപ്പോൾ തന്റെ തലമുറകൾ വഴിപിഴച്ചു പോയ കാലയളവുകളിൽ ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ മറ്റൊരാളും ഇല്ലാത്തപ്പോൾ നീണ്ട നാളുകളുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ആലയത്തിനകത്ത് പോയി നീ മദ്യപിച്ചു എന്ന് അവൻ പുരോഹിതൻ പറയുമ്പോഴും, ഇല്ല, എന്റെ വസ്ത്രം ഞാൻ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുകയത്രേ എന്ന് പറഞ്ഞ സ്തോത്രം കരയുന്ന ഒരു മാതാവിന്റെ വാഗ്ദത്ത സന്തതി പേര് ശമൂവേൽ. സ്തോത്രം. ആ ശമൂവേലിന്റെ പ്രത്യേകത എന്താ? ചെറുപ്രായത്തിൽ ദൈവശബ്ദം കേട്ടവൻ. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ ആ വിളി ഏലിയാണെന്ന് വിചാരിച്ച് 1-2 തവണ ചെല്ലുന്നു. എന്നാൽ 3-ാം പ്രാവശ്യം ഏലിക്ക് മനസ്സിലായി, ഞാനല്ല അവനെ വിളിക്കുന്നത്, നിശ്ചയമായും ആത്മീയ ശുശ്രൂഷയിലേക്ക് ദൈവമാണ് അവനെ വിളിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ആത്മീക ശുശ്രൂഷയിലേക്ക് നാം വന്ന് കയറിയതല്ല, ദൈവം നമ്മളെ വിളിച്ചിറക്കിയതാണ്, ദൈവം നമ്മളെ വിളിച്ച് കയറ്റിയതാണ്. അതുകൊണ്ട് മറന്നു പോകരുത്. ഇത് അമൻ സ്തോത്രം, അമൻ വിളിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശമൂവേലിനെ വേർതിരിക്കുകയാണ്, വിളിച്ചു വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ. ശമൂവേൽ ഇടിച്ചു കയറിയതല്ല, വിളിച്ചു വേർതിരിക്കുകയാണ്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച് അടിയനിത് അടിയനെ അയക്കണമേ എന്ന് തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്ത ആ സമർപ്പണത്തിന്റെ മുമ്പിൽ ദൈവം ശമൂവേലിനെ വേർതിരിക്കുക. പ്രിയരെ, ഈ ശമൂവേലാണ് ഇശായിയുടെ മക്കളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഇശായിയുടെ മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യുവാനായി തൈലക്കൊമ്പുമായി പോകുന്നത് കണ്ടോ? ആമേൻ. ഏലിയുടെ മക്കൾ ആമേൻ ഹല്ലേലൂയ മാറി നിന്നപ്പോൾ അതിന്റെ നടുവിൽ അഭിഷേകമുള്ള ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുക. ഒരു തലമുറ നിയോഗത്തിനെതിരെ ചലിക്കുമ്പോൾ, ഒരു തലമുറ നിയോഗം വേണ്ടെന്ന് പറയുമ്പോൾ, ഒരു തലമുറ ദൈവമില്ലെന്ന് പറയുമ്പോൾ, ഒരു തലമുറ ഇതെല്ലാം മിഥ്യയാന്ന് പറയുമ്പോൾ, അടുത്തൊരു തലമുറ കരുത്തരായ ഒരു തലമുറ എഴുന്നേൽക്കുക. ദൈവശബ്ദം കേൾക്കുന്ന ഒരു തലമുറ, അവൻ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യുന്ന ഒരു തലമുറ, അസാധാരണമായ അഭിഷേകത്തെ വഹിക്കുന്ന ഒരു തലമുറ, അടുത്ത തലമുറയിലേക്ക് ആത്മാവിനെ പകരുന്ന ഒരു തലമുറ, അസ്ഥിത്താഴ്വരയിൽ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന തലമുറ, അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും ദൈവം തന്റെ ആത്മാവിനെ അയക്കുന്നതിന് ആ മഹാ ഉണർവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു തലമുറ. ഇന്ന് മകൾ മറന്നു പോകരുത്. ഒരു തലമുറ മാറി നിൽക്കുമ്പോൾ അടുത്ത തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ചില സംസ്ഥാനങ്ങളുടെ ഉണർവിന് വേണ്ടി, ചില പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി, ചില രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി ഇന്ന് മകൾ മറന്നു പോകരുത്. ദൈവശബ്ദത്തിനായി കാതോർക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനൊരിക്കലും തെറ്റിപ്പോകുകയില്ല. ഏലിയുടെ മക്കൾ മാറി നിന്ന സമയത്ത് ദൈവം പദ്ധതിയിട്ടു, ഏലിയുടെ മക്കൾക്ക് പകരമായി ഞാനൊരുവനെ പുറത്തെടുക്കാൻ പോകുകയാണ്. ദൈവത്തിന് തന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്തെടുത്തേ മതിയാകൂ. ഒരുവൻ അവിശ്വസ്തനായാൽ ദൈവം അടുത്തയാളെ ആ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കും. ദൈവം ആരെയും വെയിറ്റ് ചെയ്യാറില്ല. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം, ദൈവം ആരെയും വെയിറ്റ് ചെയ്യാറില്ല. ദൈവം തന്റെ സമയത്ത് നിയോഗമുള്ളവനെ കണ്ടില്ലെങ്കിൽ, നിയോഗമുള്ള ഏലിയുടെ മക്കൾ മാറി നിൽക്കുമ്പോൾ ആ സ്ഥാനത്ത് കരുത്തനായി ഒരുത്തനെ കയറ്റി നിർത്തുകയെ കണ്ട. ചെറിയ ആളൊന്നുമല്ല, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യുന്നവൻ, ദൈവശബ്ദം, ചെറുപ്രായത്തിലെ ദൈവശബ്ദം കേട്ടവൻ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. വാ, നമുക്ക് അവിടെ പോകാം. അതെ അതെ അതെ, ആലോചന കേൾക്കാൻ വേണ്ടി വരികയാണ്, ആലോചന കേൾക്കാൻ വേണ്ടി വരികയാണ്. നിന്റെ പക്കൽ ആലോചന ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദേശത്തിന്റെ 4 ദിക്കിൽ നിന്നും ജനം കടന്നു വരും. നിന്റെ പക്കൽ ആലോചന ഉണ്ടെങ്കിൽ ആമേൻ പട്ടണങ്ങളിൽ നിന്നും ആളുകൾ നിന്റെ ആലോചനയ്ക്കായി കടന്നു വരും. നിന്റെ അടുക്കൽ ഒരു വിടുതലുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ആമേൻ ജനം ആമേൻ പല ഇടങ്ങളിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് കടന്നു വരും. നിന്റെ പക്കൽ ആലോചന വേണം, നിന്റെ പക്കൽ വിടുതൽ വേണം, നിന്റെ പക്കൽ ആത്മീക നിയോഗം വേണം. ആമേൻ നിന്റെ പക്കൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി വേണം. എന്തെങ്കിലേ ആമേൻ പട്ടണങ്ങളിൽ നിന്ന് ജനം കടന്നു വന്ന് അടുത്ത ആത്മതലത്തെ പ്രാപിക്കാൻ കടന്നു വരികയുള്ളൂ. മറന്നു പോകരുത്. ഒരു തലമുറ മാറി നിന്നപ്പോൾ അടുത്ത തലമുറയെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആമേൻ ഹല്ലേലൂയ തന്റെ ആമേൻ സ്തോത്രം ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ആമേൻ
അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കാൻ പ്രാപ്തരാക്കി. പ്രാപ്തി ഉണ്ടായിട്ടല്ല, അവൻ ഞങ്ങളെ പ്രാപ്തരാക്കിയതാണ്. അവൻ ചിലര് വേലയ്ക്ക് ഇറങ്ങിയതല്ല, ചിലർ ഇടിച്ചു കയറിയതാണ്. പക്ഷെ ശമൂവേൽ ഇടിച്ചു കയറിയവനല്ല, ദൈവം വിളിച്ചു വേർതിരിച്ചവനാണ്. ആമൻ പൗലോസ് ഇടിച്ചു കയറിയവനല്ല, പൗലോസിനെയും ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി പരിശുദ്ധാത്മാവിനെ വേർതിരിപ്പാൻ പറയുന്നു. അപ്പം അവരെ ദൈവം വിളിച്ചു വേർതിരിച്ചതാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഇടിച്ചു കയറിയവരെല്ലാം അവിടെ നിൽക്കത്തതേയുള്ളൂ. നിയോഗമുള്ളവൻ ഇന്ന് പകൽ ചവിട്ടിക്കയറാൻ പോകുകയാ. ആമൻ ദൈവം വിളിച്ചിറക്കിയവൻ അടുത്ത തലത്തിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോകുക. നിന്നിലൂടെയാണ് ദൈവത്തിന് ചിലത് സംസാരിക്കാനുള്ളത്, നിന്നിലൂടെയാണ് ദൈവത്തിന് ചിലത് ചെയ്യാനുള്ളത്, നിന്നിലൂടെയാണ് ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ളത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. അവൾ തന്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. സ്തോത്രം. കണ്ടോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യമാണ്. അവിടെ ഏലീശയെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. ഒന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. എന്താ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്? ദൈവത്തിന്റെ പ്രഭുവാകുന്നു. 2 എന്താ ശമൂവേലിനെ കുറിച്ച് പറഞ്ഞത്? ഇവൻ ദൈവപുരുഷനാകുന്നു. 3 എലീശയെ കുറിച്ച് പറയുക, ഇവൻ വിശുദ്ധനാകുന്നു. കേട്ടോ? അഭിഷേകം വഹിക്കുന്നവനെ കുറിച്ച് ജനം പറയുന്ന സാക്ഷ്യമാണ്. അവൻ തന്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുന്നു. ഈ വാക്യത്തിൽ തന്നെ മനസ്സിലായി, ആ മനുഷ്യൻ ഇതുവരെ ആ വീട്ടിലൊന്നും കയറിയിട്ടില്ല, അവരുമായി ഒന്നും സംസാരിച്ചിട്ടില്ല, അവരുടെ വീട്ടിൽ വന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവള് പറഞ്ഞേനെ, ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന എന്ന് പറഞ്ഞേനെ. അവിടെ പറയുക ഇതുവഴി കൂടെ പോകുന്ന ആ മനുഷ്യൻ. സ്തോത്രം. അപ്പൊ അതിന്റെ അർത്ഥം ഇതുവരെ ആ വീട്ടിൽ കയറിയിട്ടില്ല, അവരുമായി മിണ്ടിയിട്ടില്ല, അവരുമായി സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് മനസ്സിലായി ഇവനൊരു ദൈവപുരുഷനാണ്, ഇവനൊരു വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് എങ്ങനെ മനസ്സിലായി? അകത്ത് ആത്മാഭിഷേകം ഉണ്ടെങ്കിൽ, അകത്ത് ആത്മാവിന്റെ കൃപ ചലിക്കുന്നെങ്കിൽ, നീ കടന്നു പോകുന്ന വഴികളിൽ ജനത്തിന് മനസ്സിലാകും നീ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന്. അതുകൊണ്ടാണ് പത്രോസ് പട്ടണങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ ഒത്തിരിയും റൂമാലും രോഗികളുടെ മേൽ കൊണ്ടിടുവാൻ അവൻ ആഗ്രഹിച്ചത്. രോഗികൾ അവൻ സ്തോത്രം അതിൽ നിന്നും സൗഖ്യം പ്രാപിച്ചത്. ഇവിടെ എലീശയെ കുറിച്ച് പറയുന്ന ഒരു പദം, അവൻ വിശുദ്ധനാണ്, വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. കണ്ടോ? ജനത്തിന്റെ സാക്ഷ്യം കണ്ടോ? ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അവൻ സ്തോത്രം ദൈവത്തിൽ നിന്നും ജനത്തിൽ നിന്നും ഒരു സാക്ഷ്യമുള്ളവരായിരിക്കണം. സാക്ഷ്യമില്ലാത്ത ജീവിതം നയിച്ചിട്ട് കാര്യമില്ല. സാക്ഷ്യമുള്ളവരായിരിക്കണം, 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 സാക്ഷ്യമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ച് ബൈബിളിന് സാക്ഷ്യമുണ്ട്, ദൈവത്തിന് സാക്ഷ്യമുള്ളവരുണ്ട്. ഇത് മനുഷ്യന് സാക്ഷ്യമുള്ളവരെ കുറിച്ച് എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം സാക്ഷ്യപ്പെടുത്തിയവരുണ്ട്. ആരാന്നറിയാമോ? ദൈവം സാക്ഷ്യപ്പെടുത്തിയതിലെ ആദ്യ പട്ടികയിലുള്ളവൻ നോഹയാണ്. അവൻ ദൈവഭക്തനെന്ന് ദൈവം തന്നെ പറയുക, അവൻ നീതിമാനെന്ന് ദൈവം തന്നെ പറയുക. അവൻ മുമ്പോട്ട് പോകുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ ദോഷം വിട്ടകലുന്നവരാണ്. അവൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ പിശാചിനോട് യഹോവയാം ദൈവം തന്നെ പറയുന്നു, അവൻ എന്റെ പുത്രനാണ്, അവൻ എന്റെ മകനാണ്, നിനക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവത്തിന്റെ മനുഷ്യനാണ് എന്ന് പറയുക. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് മനുഷ്യനോടുള്ള സാക്ഷ്യമാണത്. ഇത് ഇപ്പോൾ വായിക്കുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള സാക്ഷ്യമല്ല, മനുഷ്യന് ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തനോടുള്ള, ദൈവത്തിന്റെ അഭിഷക്തനോടുള്ള സാക്ഷ്യമാണ്. അതിന്റെ അർത്ഥം നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുക, എലീശയെ കുറിച്ച് ഇവിടെ പറയുക, കൂടെ ഇതുവഴി നടന്നു പോകുന്ന ഒരുവൻ, വിശുദ്ധനായ ഒരുവൻ. ഹല്ലേലൂയ.
ഏലീശയെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആമേൻ അതിശയമുള്ളൂ. ഏലിയാവിന്റെ കൂടെ നടന്ന ഒരു അഭിഷേകത്തിന്റെ പുതപ്പിന് വേണ്ടി പുറകിന് നടന്ന ഒരു ദൈവ മനുഷ്യൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിന്റെ പ്രവാചകൻ, നിന്റെ യജമാനൻ തലയ്ക്കിൽ നിന്നും എടുക്കപ്പെടുന്നുവെന്ന് ഏലീശയോട് പലവട്ടം പല പ്രവാചകന്മാർ പറയുമ്പോൾ വിട്ടുപിരിയാതെ ആ അഭിഷേകത്തിന്റെ പുതപ്പിന് വേണ്ടി നാളുകൾ കൊണ്ട് കൊതിച്ച് ആഗ്രഹിച്ച് ഉറക്കമില്ലാതെ അവന്റെ പുറകിൽ നടന്ന ആമേൻ അവനിൽ നിന്നും പ്രാപിച്ചെടുത്ത അഗ്നിമയമായ രഥങ്ങൾ വന്ന് ഏലിയാവിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിന്റെ നടുവിൽ നിന്നും ഒരു പുതപ്പ് അവന്റെ മേൽ വീണു. എന്താണ്? ഏലിയാവിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ പുതപ്പാണോ? അല്ല, അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഒരു ഇരട്ടി ആത്മാവിന്റെ പുതപ്പിനെ സ്വർഗ്ഗം ഏലീശയുടെ മേൽ പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഏലീശ അവൻ മരിച്ചു വർഷങ്ങളായിട്ട് അവനെ കുഴിച്ച കുഴിമാടത്തിനടുത്ത് മറ്റൊരു ശവം കൊണ്ട് കിടത്തിയപ്പോൾ അവന്റെ ആസ്തി ആ ശവത്തിൽ മുട്ടി. ആ ശവം ജീവിക്കാനുണ്ടായ കാര്യം അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ ശരീരം ജീർണിച്ചു പോയിട്ട് അവൻ മാംസം അഴുകിപ്പോയിട്ട് മണ്ണോട് ചേർന്നിട്ട് അസ്ഥിയിൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയാണോ? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു ശക്തി വ്യാപരിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ എത്രയധികമായി നാം പ്രാപിക്കുന്ന ശക്തി, നാം വഹിക്കുന്ന ശക്തി അത് പുറമേ കാണുന്നതല്ല. അത് നമ്മുടെ അസ്ഥികളിൽ വ്യാപരിക്കുന്നതാണ്, അത് നമ്മുടെ രക്തത്തിൽ വ്യാപരിക്കുന്നതാണ്. അതുകൊണ്ടാണ് രക്തസ്രാവക്കാരത്തി സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലയിൽ തൊട്ടപ്പോൾ ആ ശക്തി അവരെ മേൽ വ്യാപരിക്കുവാനിടയായി തീർന്നത്. വസ്ത്രത്തിന് ശക്തിയുണ്ടോ? വസ്ത്രത്തിന് ശക്തിയില്ല. പക്ഷെ യേശുവിന്റെ ശരീരത്തിന് ശക്തിയുണ്ട്. ആ ശക്തി വ്യാപരിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, എന്നെ ആരാ തൊട്ടത്? എന്നെ വെറുതെ തൊട്ടതല്ല, ആരോ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. പത്രോസേ, നിന്റെ ഒത്തിരിയോ റൂമാലും കൊണ്ടിടുമ്പോൾ എന്തുകൊണ്ടാ ഭൂതങ്ങൾ അലറുന്നത്? എന്താ രോഗികൾ സൗഖ്യമാകുന്നത്? ഒറ്റ കാര്യം, അവന്റെ ഉത്തിര്യത്തിന് റൂമാലും ശക്തിയില്ല. അവന്റെ മേൽ വ്യാപരിക്കപ്പെടുന്ന അഭിഷേകം അവൻ ഇടുന്ന വസ്ത്രത്തിലേക്ക് ആ അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുക. ഇത്രയും കരുത്തനായ ഒരു ദൈവമനുഷ്യനായ ഏലീശയെ കുറിച്ച് പറയുന്ന സാക്ഷ്യം കണ്ടോ? അവൻ വിശുദ്ധനായ ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അവൻ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. അഭിഷക്തന്മാര് അബ്രഹാം ദൈവത്തിന്റെ പ്രഭു എന്ന് പറയണമെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ രീതി എന്തായിരുന്നു? ശമൂവേലിനെ കുറിച്ച് ദൈവപുരുഷൻ എന്ന് പറയണമെങ്കിൽ ശമൂവേലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? എലീശയെ കുറിച്ച് അവൻ വിശുദ്ധനാണെന്ന് പറയണമെങ്കിൽ അവന്റെ അകത്ത് വ്യാപരിക്കപ്പെട്ട അഭിഷേകം എത്രത്തോളം ഉണ്ടായിരുന്നു? ചുമ്മാതല്ല മനുഷ്യൻ പിതാക്കന്മാരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഏതെങ്കിലും അത്ഭുതം കണ്ടിട്ട് അതിന്റെ പുറകെ പോയി സാക്ഷ്യം പറഞ്ഞവരാരുമില്ല. മറിച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ മനസ്സിലാക്കിയവർ, കൂടെ നിൽക്കുന്നവർ പിതാക്കന്മാരെ കുറിച്ച്, വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യം. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിച്ചു. അസാധാരണമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ആഴത്തിൽ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും അനിവാര്യമാണ്. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ചോദിക്കുക, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിച്ചു. ആരാ ദൈവാത്മാവുള്ള മനുഷ്യൻ? യോസഫ്. ദൈവാത്മാവുള്ള മനുഷ്യനായ യോസഫിനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ഫറവോൻ ചോദിക്കാനുള്ള കാര്യം എന്നാ? സാക്ഷ്യമില്ലാത്തവന് സാക്ഷ്യം വെളിപ്പെട്ടത് കണ്ടോ? സ്തോത്രം. സാക്ഷ്യമില്ലാത്തവന് സാക്ഷ്യം വെളിപ്പെട്ടത് കണ്ടോ? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ വീട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പനും അമ്മയ്ക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കൂടെ നടന്ന
സഹോദരങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ ആ സ്വപ്നക്കാരൻ വരുന്നു, അവനെ കൊന്നു കളയാനെന്ന് പദ്ധതി ഇട്ടപ്പോഴും രൂപനോട് ദൈവാത്മാവ് ഇടപെട്ടു, വേണ്ട. രൂപൻ പറഞ്ഞു, വേണ്ട, നമ്മുടെ സഹോദരനല്ലയോ, അവനെ കൊന്നു കളയണ്ട. അവിടെ നിന്നും തട്ടിമാറ്റുകയാ. രൂപനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചത് അങ്ങനെ. അവിടെ നിന്നും പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. എന്താ പൊട്ടക്കിണറ്റിലേക്ക് ഇടാൻ കാരണം? അവിടെ നിന്ന് വലിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാതെ മിഥ്യാനിലെ കച്ചവടക്കാർക്ക് വിൽക്കാൻ എന്നാ കാരണം? അപ്പൊ ജോസഫിന് ദൈവാത്മാവില്ലായിരുന്നോ? ജോസഫിന് ദൈവാത്മാവ് ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. അത് തിരിച്ചറിയാൻ സഹോദരങ്ങൾക്ക് കഴിഞ്ഞില്ല. ദൈവാത്മാവ് ഉള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. ജോസഫിന്റെ കറ്റ മാത്രം ഉയർന്നു നിൽക്കുകയും ബാക്കിയുള്ള കറ്റകൾ സൂര്യനും ചന്ദ്രനും അടക്കം അവനെ വടങ്ങി നിൽക്കുകയും ചെയ്യുന്ന അദൃശ്യമായ സ്വപ്നം, സാധാരണമായ സ്വപ്നം. മിദ്യാനിലെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു. അവിടെ നിന്നും അടിമച്ചന്തയിലേക്ക് വന്നു. അവിടെ നിന്നും പോത്തിഫറിന്റെ വീട്ടിലേക്ക് പോകുന്നു. കേട്ടോ, വീട്ടിൽ സാക്ഷ്യമില്ല. അടിമച്ചന്തയിൽ വന്നിട്ടും സാക്ഷ്യമില്ല. അവിടെ നിന്നും പോത്തിഫറിന്റെ വീട്ടിലേക്ക് പോകുക, അവിടെയും സാക്ഷ്യമില്ല. അതുകൊണ്ടാണല്ലോ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടത്. അവിടെ നിന്നും കാരാഗ്രഹത്തിലേക്ക് പോകുക, അവിടെയും സാക്ഷ്യമില്ല. കാരാഗ്രഹത്തിൽ പോയാൽ എന്നാ സാക്ഷ്യമുള്ളത്? നല്ലത് ചെയ്താൽ കാരാഗ്രഹത്തിൽ പോകും? ഇല്ല. അപ്പം സാക്ഷ്യമില്ലാത്തവരാണ് കാരാഗ്രഹത്തിൽ പോകുന്നത്. പക്ഷെ ഇവിടെ ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. എവിടെ സാക്ഷ്യം വെളിപ്പെടാൻ? അപ്പൊ വീട്ടിൽ സാക്ഷ്യമില്ല, പട്ടണത്തിൽ സാക്ഷ്യമില്ല, പോത്തിഫറിന്റെ വീട്ടിൽ സാക്ഷ്യമില്ല, കാരാഗ്രഹത്തിലും സാക്ഷ്യമില്ല. ഞാൻ നിങ്ങളോട് പറയാം, വീട്ടുകാർ തിരിച്ചറിയാത്തൊരു ജോസഫിനെ, പട്ടണക്കാർ തിരിച്ചറിയാത്തൊരു ജോസഫിനെ, പോത്തിഫറിന്റെ വീട്ടുകാർ തിരിച്ചറിയാത്തൊരു ജോസഫിനെ, കാരാഗ്രഹം തിരിച്ചറിയാത്തൊരു ജോസഫിനെ ഫറവോൻ തിരിച്ചറിഞ്ഞു. സ്തോത്രം. മറ്റാർക്കും കിട്ടാത്തൊരു വെളിപ്പാടാണ്, ഒരു തലമാണ് അവൻ, സ്തോത്രം, ഫറവോന് വെളിപ്പെട്ട് കിട്ടിയത്. യാഥാർത്ഥ്യമാത്, സത്യമാത്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരാളെ കണ്ടു കിട്ടുമോ? സ്തോത്രം. പാനപാത്രവാഹകൻ മറന്നുപോയാലും ജോസഫെ മറന്നു പോകട്ടെ, ഞാൻ നിന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാൻ പോകുകയാണ്. ആ വിളിപ്പിക്കുന്നത് ഒരു സാക്ഷ്യമായി വെളിപ്പെടാൻ പോകുകയാണ്. വിളിപ്പിച്ച ആലോചന കേട്ടപ്പോൾ ഫറവോൻ പറയുക, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഇന്ന് പകൽ എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആർക്കും മനസ്സിലാകാത്ത, ആർക്കും പിടികിട്ടാത്ത ജോസഫിനെ അവൻ ഫറവോന് പിടികിട്ടുകയാണ്. വീട്ടുകാർക്ക് പിടികിട്ടിയില്ല, സഹോദരങ്ങൾക്ക് പിടികിട്ടിയില്ല, പട്ടണക്കാർക്ക് പിടികിട്ടിയില്ല, പോത്തിഫറിന്റെ വീട്ടുകാർക്കും പിടികിട്ടിയില്ല, കാരാഗ്രഹത്തിനും പിടികിട്ടിയില്ല, കൂടെ കിടന്ന തടവുകാർക്കും പിടികിട്ടിയില്ല, പാനപാത്രവാഹകനും പിടികിട്ടിയില്ല. പക്ഷെ ഫറവോന് പിടികിട്ടി. ഇവൻ ആള് കുറ്റക്കാരനല്ല, ഇവന്റെ മേൽ വ്യാപരിക്കുന്നു ദൈവാത്മാവാണെന്ന്. ഇന്ന് പകലിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണ് എന്ന് തന്നെ ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ പൗലോസിന്റെ പുറകിൽ നടന്ന് വിളിച്ചപ്പാടത്തെ സ്ത്രീ നല്ല ദൂതും കാര്യങ്ങളും പറയുമ്പോൾ വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥന നടത്തി ദൂത് കേൾക്കാനാണ് ഇന്നത്തെ ആൾക്കാർക്ക് താല്പര്യം. എന്നാൽ ദൂത് പറയുമ്പോഴും അവളുടെ അകത്ത് വ്യാപരിക്കുന്ന ഏത് ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ശാസിപ്പാൻ കൃപയുള്ളൊരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരേണ്ടത് അനിവാര്യമാണ്. അപ്പം ദൂത് പറയുന്നവരെല്ലാവരും കൃപയുള്ളവരല്ല, എല്ലാവരും ദൈവാത്മാവുള്ളവരും അല്ല. സ്തോത്രം. അവിടെ കൊണ്ട് ആ ഭാഗം നിൽക്കട്ടെ. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇവിടെ യോസഫിനെ കുറിച്ച് ഫറവോൻ പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടിട്ടുമോ? വേഗത്തിൽ പോകാം. ദാനിയേലിന്റെ പുസ്തകം
4-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബെൽഷസ്സർ എന്ന പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനും ദാനിയേൽ എന്റെ മുൻപിൽ വന്നു. മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദാനിയേലിനെ കുറിച്ചുള്ള സാക്ഷ്യം കേട്ടോ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. എന്താ ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദേവൻ എന്നുള്ള പദം ബൈബിളിൽ പലയിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നിവിടെ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനായ, വിശുദ്ധ ദേവന്മാരെന്ന് പറയുമ്പോൾ അശുദ്ധ ദേവന്മാരും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. എന്താ ദേവൻ എന്ന വാക്കിന്റെ അർത്ഥം? മെലീത്തയുടെ ദ്വീപിൽ പൗലോസിനെ വിശേഷിപ്പിച്ച പദം അത് തന്നെയാണ്. ഇവൻ ഒരു ദേവനാകുന്നു. കയ്യിൽ കടിച്ച് ഞാന്ന് ചത്തു തൂങ്ങിക്കിടന്ന അണലിയെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞിട്ട് പൗലോസ് കുടഞ്ഞു കളഞ്ഞ് ബർബരന്മാരെല്ലാവരുടെ തീ കാഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുക. എന്താ നോക്കി നിൽക്കുന്ന? പൗലോസ് ചത്തു വീഴുന്നത് കാണാൻ, ശരീരം വെറുക്കുന്നത് കാണാൻ. മിനിറ്റുകൾ കഴിഞ്ഞ്, മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവന്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ അവർ പറയും, ഇവനൊരു ദേവനാകുന്നു. ആരാണ് ദേവൻ? ദേവൻ എന്ന പദത്തിന്റെ അർത്ഥം ദൈവമെന്നാണ്. ദൈവം മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് സാധിപ്പിക്കുന്ന, സാധിച്ച് എടുക്കുന്ന ഒരാൾ ദൈവം. മനുഷ്യന് പരിധിയും പരിമിതികളും ഉള്ളപ്പോൾ ദൈവത്തിന് പരിധിയും പരിമിതികളും ഒന്നുമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. അപ്പൊ മനുഷ്യന്റെ പരിധികൾ ലംഘിക്കപ്പെട്ടപ്പോഴാണ് പൗലോസിനെ നോക്കി ദൈവം എന്ന് പറയാൻ കാരണം. മനുഷ്യന്റെ പരിധിയിൽ അവൻ ചത്തു വീഴും. പക്ഷേ മനുഷ്യന്റെ പരിധിയും ഭേദിച്ച് ഇവൻ പോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൻ ചത്തു വീഴുന്നില്ല. കാരണം എന്താ? അകത്തു പ്രാപിച്ച് അഭിഷേകത്തിന്റെ നിറവാണ്. അപ്പം ഇവിടെ ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബെൽഷസ്സർ എന്ന പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എന്റെ മുൻപിൽ വന്നു. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ്. ഇതാണ് അങ്ങനെ പറയാൻ കാരണം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ്. സാധാരണമായുള്ള പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദാനിയേൽ. പ്രതിസന്ധികൾ വന്നപ്പോഴും പ്രതികൂലങ്ങൾ വന്നപ്പോഴും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോഴും യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ച മനുഷ്യനാണ് ദാനിയേൽ. സ്തോത്രം. അവൻ പ്രാർത്ഥനാ മനുഷ്യനാണ് ദാനിയേൽ. തിരുവചനം പറയുന്നു, താൻ പതിവ് ചെയ്തു വരുന്നത് പോലെ ദിവസവും 3 നേരം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് താൻ പ്രാർത്ഥിക്കും. അതിന്റെ അർത്ഥം ദിവസവും 3 നേരം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണ് ദാനിയേൽ. പ്രാർത്ഥനാ ജീവിതമുള്ളവനാ. പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ച് അവൻ അസാധ്യമായതൊന്നുമില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്, ശുദ്ധദേവന്മാരുടെ ആത്മാവുള്ളവൻ. സ്തോത്രം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 34-ാം വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. പുതിയ നിയമത്തിൽ 2 പേരെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു മനുഷ്യൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. കണ്ടോ, ഗമാലിയേലിന് മനുഷ്യരിൽ നിന്നും ഗമാലിയേലിനുണ്ടായ സാക്ഷ്യം കണ്ടോ? സർവജനത്തിനും ബഹുമാനമുള്ളവൻ, ധർമ്മോപദേഷ്ടാവ്. ആള് പരീക്ഷനൊക്കെ ആണെങ്കിലും സാക്ഷ്യമുള്ളവൻ. ആള് പരീക്ഷനാണെങ്കിലും സാക്ഷ്യമുള്ളവനാണ്. പരീക്ഷന്മാർക്കും ചുങ്കക്കാർക്കും ശാസ്ത്രിമാർക്കും വലിയ സാക്ഷ്യം
ഇല്ലാത്തവരുണ്ട്. അപ്പൊ പരീശനാണെങ്കിലും ഗമാലിയേലിനെ സംബന്ധിച്ച് സാക്ഷ്യമുള്ളവനാണ്. ചുങ്കക്കാരനായ സക്കായിക്ക് സാക്ഷ്യം എവിടെയാണ്? അതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ യേശു താമസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ജനം യേശുവിനെ നോക്കി പറഞ്ഞത്, നിങ്ങളുടെ ഗുരു പാപികളുടെ കൂടെ പോയി താമസിക്കുന്നു, പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, സ്തോത്രം, പാപികളുമായി ഇടപെടുന്നു. അതെ, അവൻ വന്നത് പാപിയെ സ്നേഹിച്ചു പാപത്തെ വെറുക്കാനാണ്. കാൽവറിയുടെ കൊലക്കളത്തിൽ പരിത്രാണയാഗമായി തീർക്കപ്പെടുവാൻ തന്റെ രക്തത്താൽ മുഴു ലോകത്തിന്റെ പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ മുഴു ലോകത്തിന്റെ മേലും വീണ ആദമ്യ പാപത്തെയും ശാപത്തെയും ഒടുക്കലത്തെ യാതമാക്കുന്ന ക്രിസ്തുവിലൂടെ കാൽവറിയുടെ കൊലക്കളത്തിൽ തകർത്തുകളവാൻ. അതുകൊണ്ടാണ് കാനാവിൽ ആരംഭിച്ച് കാൽവറിയിൽ അവസാനിപ്പിക്കുന്ന അനുഗ്രഹിതമായ ശുശ്രൂഷ ചെയ്തു തീർപ്പാൻ പുത്രനെ സ്വർഗം സഹായിച്ചത്. അപ്പൊ അവിടെ കൊണ്ട് ആ ഭാഗം നിർത്തട്ടെ. അപ്പൊ ഇവിടെ ഗമാലിയേലിനെ കുറിച്ച് മനുഷ്യൻ പറയുന്ന സാക്ഷ്യം, സർവ്വജനത്തിലും ബഹുമാനമുള്ളവനാണ്. 2, അവൻ ധർമ്മോപദേഷ്ടാവാണ്. അപ്പൊ മനുഷ്യരിൽ നിന്നും സാക്ഷ്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനാണ് പൗലോസ് എങ്കിലും ഗമാലിയേലിനെ കുറിച്ച് നല്ല സാക്ഷ്യം, ആമേൻ, സ്തോത്രം ഉള്ളവനാണ്. അടുത്ത പദം പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 33-35 വാക്യങ്ങൾ വായിച്ചു. 33-35 20-33-35 പ്രവൃത്തികളുടെ പുസ്തകം 20-33-35. ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു, ആരുടെയോ വെള്ളിയും പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടി ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും. സ്തോത്രം. വളരെ നല്ലൊരു പദം അവിടെയുണ്ട്. വാങ്ങിക്കുന്നതിനേക്കാൾ, ആ പദം ഒന്ന് വായിച്ച്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന്. ഈ വാക്യം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുന്നത് നല്ലതാണ്. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലതെന്ന്. വാങ്ങിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോണം. ഇത് നാളെ ഒരുപാട് പേര് കാണും, എല്ലാവരും കേൾക്കണം. അതിനാ പറയുന്നത്. സ്തോത്രം. വാങ്ങിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ട് വാങ്ങിക്കാനല്ല വിളിച്ചത്, കൊടുക്കാനാ വിളിച്ചത്. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. കൊടുപ്പിന് എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വാക്യം അവിടെ നിൽക്കട്ടെ. ഈ വാക്യം ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക, ഒരു വിടുതലുണ്ടാവും. സ്തോത്രം. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമാണ്. സ്തോത്രം. ചിലർക്ക് വാങ്ങിക്കാനേ അറിയത്തുള്ളൂ, കൊടുക്കാൻ അറിയത്തില്ല. ചിലർക്ക് കൊടുക്കാനേ അറിയത്തുള്ളൂ, വാങ്ങിക്കാൻ അറിയത്തില്ല. വേല എന്താണെന്ന് പൗലോസ് തന്നെ കാണിച്ചു തന്നു. എങ്ങനെ വേല ചെയ്യണമെന്നും പൗലോസ് കാണിച്ചു തന്നു. അതിലപ്പുറം ഒരു മോഡൽ വേറെ ആരുടെയും ജീവിതം വേണ്ട. ആ 33-35 വാക്യങ്ങളിൽ പൗലോസ് തന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുകയാണ്. എന്റെ മുട്ടിനോ എന്റെ കൂടെയുള്ളവരുടെ ബുദ്ധിമുട്ടിനോ ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പൗലോസ് തന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നത്. ഈ കൈകൾ കൊണ്ട് ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അവസാന പദത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്നെ. അങ്ങനെ ചെയ്താൽ അസാധാരണമായ വിധത്തിൽ
ദൈവം തന്റെ പാണ്ഡികശാലകളെ തുറക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, മനുഷ്യൻ തുറന്നാൽ ഒരു കൈ തുറക്കും, അതിൽ കൂടുതൽ ആരും തുറക്കത്തില്ല. ഒരു കൈ തുറന്നാൽ എത്ര കിട്ടും? പരിധിയും പരിമിതിയുമുണ്ട്. പക്ഷെ ദൈവം ഒരു മനുഷ്യന് വേണ്ടി തുറന്നാൽ അവൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കും. സ്ഥലം പോരാതെ വരുവോളം അവരുടെ മേൽ നിറയ്ക്കും. തെളിവുണ്ടോ? തെളിവുണ്ട്. 5.2 മീനും 5000 കൊടുത്ത് ഒരു ശേഷിപ്പ് വെളിപ്പെടുത്തിയവൻ എന്റെ കർത്താവ്. ശൂന്യമായിരിക്കുന്ന ആ സ്തോത്രം പടകിനകത്ത് യേശു കർത്താവ് കയറി. സ്തോത്രം ആ പടകിന്റെ സ്തോത്രം പടക് മീൻ കൊണ്ട് പടക് മുങ്ങുമാറായ വിധത്തിൽ ദൈവം ആ പടകിനെ നിറച്ചു. ഒരു രാത്രി മുഴുവനും കടലിന്റെ ആഴവും ആരായവും നന്നായി അറിയാവുന്ന മുക്കുവന്മാർ ഇങ്ങേയറ്റോ അങ്ങേയറ്റോ വിട്ട് തുഴഞ്ഞിട്ടും നോക്കിയിട്ടും ഒന്നും ഒരു രാത്രി മുഴുവനും കഷ്ടപ്പെട്ടതിന് ഒരു കുന്തവും ഉണ്ടായില്ല. പക്ഷേ ഒറ്റ പ്രഭാതത്തിൽ ഒറ്റ പ്രസംഗത്തിനകത്ത് ക്രിസ്തു അവരുടെ വല കീറുമാറ്. ഞാൻ പറയാം, ഈ അടുത്തിടയ്ക്ക് ഒന്നും ഇങ്ങനെ ഒരു നിറവ് ആ പടകിനകത്ത് വന്നിട്ടില്ല. വല കീറുമാറ് ദൈവം അതിനകത്ത് സ്തോത്രം നിറവിനെ പകരുക. അപ്പം സ്തോത്രം ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ സാധിക്കും. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളും കൂടെ വായിച്ചു നിർത്താം. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ വേഗം വായിച്ചാണ്. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്നും എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കാൻ വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. മതി, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. സ്തോത്രം. ആദ്യത്തെ പദത്തിൽ പൗലോസ് പറയുക, നിങ്ങൾക്ക് അനുകരിപ്പാൻ ഞാനുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പൗലോസ് അവരോട് കുറെ കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് ഭാരമായിരിക്കരുതെന്ന് വിചാരിച്ച് നിങ്ങളെ ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആരുടെ ആഹാരം വെറുതെ ഭക്ഷിച്ചിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുക. ഒന്നുകൂടെ വായിക്കാവോ? ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെ ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും അതാണ് കർത്താവിന്റെ വേലയിൽ ഏറ്റവും പരമപ്രധാനമായുള്ള കാര്യം. അത് അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല. കണ്ടോ? അപ്പം ഇങ്ങനെ വേല ചെയ്യുന്നത് ഞങ്ങൾക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞ ചോദിച്ചാൽ നിങ്ങൾ തരത്തില്ലെന്നുള്ള ചിന്ത ഇല്ലാഞ്ഞിട്ടല്ല. ചോദിച്ചാൽ നിങ്ങൾ തരുമെന്ന് ഞങ്ങൾക്കറിയാം. ചോദിച്ചാൽ നിങ്ങൾ തരുമെന്ന് നന്നായി ഞങ്ങൾക്കറിയാം. അപ്പം അതാണ് അധികാരമില്ലാഞ്ഞിട്ടല്ല എന്ന് പറയുന്നത്. ചോദിച്ചാലും ഭക്ഷണമാണേലും ഭക്ഷണം കാശാണെങ്കിലും എന്ത് ചോദിച്ചാലും നിങ്ങൾ തരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ അധികാരം കാണിച്ചിട്ടില്ല. അതാണ് പദം. അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. കേട്ടോ? അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. ഇന്ന് അനുകരിപ്പാൻ ആരുണ്ട്? പൗലോസ് എന്തായാലും ദൈവമല്ലല്ലോ. സ്വതന്ത്രം. ഇന്ന് അനുകരിപ്പാൻ ആരുണ്ട്? ആരുമില്ല.
ഇന്ന് അനുകരിപ്പാനുള്ളവരെല്ലാവരും കാണിച്ചു തരുന്ന ബൈബിളിലേക്കാണ്. കാരണം അവരെ നോക്കി അനുകരിക്കരുതെന്ന് അവർ പറയുന്നത്. പക്ഷെ പൗലോസ് അങ്ങനെയല്ല കാണിച്ചത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? നിങ്ങളോട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അധികാരം കാട്ടാതിരുന്നത്? നിങ്ങൾക്കൊരു ഭാരവും പ്രയാസവും ഞങ്ങൾ ആകാതിരുന്നതിന്റെ കാരണം എന്താ? ഈ ഒറ്റ വാക്യം, ഒറ്റ പദമാണ്. എന്താ കാര്യം? ആ, നിങ്ങൾക്ക് ഞങ്ങളൊരു മാതൃകയായിരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലെ നിങ്ങളും ജീവിക്കണമെന്നാണ് പറഞ്ഞതിന്റെ സാരം. ഇങ്ങനെ മാതൃക പറയാൻ ഇന്നാരോളെ? കർത്താവ് കഴിഞ്ഞാൽ മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തിത്വം പൗലോസാണ്. കർത്താവിന്റെ ശുശ്രൂഷകളും അഭിഷേകവും ഉപവാസവും പ്രാർത്ഥനയൊക്കെ നമുക്ക് മാതൃകയാക്കാം. എങ്ങനെ വേല ചെയ്യണമെന്നും എങ്ങനെ വേല ചെയ്യരുതെന്നും എങ്ങനെ വേല ചെയ്താൽ ഫലവത്താകുമെന്നും എങ്ങനെ വേല ചെയ്താൽ ഫലവത്താകത്തില്ലെന്നും എങ്ങനെ വേല ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നും എങ്ങനെ വേല ചെയ്താൽ നരകത്തിൽ പോകാമെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്റെ ലേഖനങ്ങൾ വ്യക്തമായിട്ട് വേലക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. വേലക്കാർക്ക് വേണ്ടി മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ വ്യക്തമായും പറഞ്ഞത്. രണ്ട് പദങ്ങളാണ് പൗലോസ് വളരെയധികം നമ്മെ ചിന്തിപ്പിച്ച്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിച്ചു. എന്താണ് വായിച്ചത്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. യെസ്, ലംഘനം ക്ഷമിച്ച് പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ മാത്രമല്ല ഭാഗ്യവാൻ, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നവനും ഭാഗ്യവാനാണ്. 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നാം ഇപ്പോൾ വായിച്ചു, നിങ്ങൾക്ക് അനുകരിക്കാൻ മാതൃക കാട്ടാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. കണ്ടോ? മനുഷ്യരുടെ ഇടയിൽ പിതാക്കന്മാർക്ക് വന്ന സാക്ഷ്യം കണ്ടോ? അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവെന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തി. ശമൂവേൽ ദൈവപുരുഷൻ എന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തി. എലീശ വിശുദ്ധൻ എന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തി. ജോസഫ് ദൈവാത്മാവുള്ള മനുഷ്യനെന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തി. ദാനിയേല് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനെന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തി. ഗമാലിയേല് ബഹുമാനമുള്ളവനും ധർമ്മോപദേഷ്ടാവുമെന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തി. പൗലോസിനെ കുറിച്ച് പൗലോസ് തന്നെ പ്രവൃത്തികളുടെ പുസ്തകത്തിലും തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോഴും താൻ പറയുന്നുണ്ട്. അർത്ഥവത്തായ പദങ്ങൾ. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. നിങ്ങൾക്ക് ഞങ്ങളല്ലാതെ മാതൃകയാക്കാൻ മറ്റാരുമില്ല. സ്തോത്രം. അങ്ങനെ ഓരോ ഭക്തനും ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ സഭ എത്രത്തോളം വളർന്നേനെ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽ പറയുന്ന കാര്യം, സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നാം എടുത്ത പുസ്തകം സാക്ഷ്യമില്ലാത്ത പുസ്തകമല്ല, സാക്ഷ്യമുള്ള പുസ്തകമാണ്. നാം എടുത്ത പുസ്തകത്തിനകത്തെ വിശുദ്ധന്മാരും സാക്ഷ്യമില്ലാത്തവരല്ല, സാക്ഷ്യമുള്ളവരാണ്. നമ്മുടെ മാതൃകാ പുരുഷനായ യേശു കർത്താവും സാക്ഷ്യമില്ലാത്തവനല്ല, സാക്ഷ്യമുള്ളവനാണ്. ആകയാൽ ഇതെടുക്കുന്ന ഓരോരുത്തരും മനുഷ്യനും ദൈവത്തിനും സാക്ഷ്യമുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.